ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുറ്റത്തെ പുല്ലൊക്കെ ഉണക്കാൻ പറ്റിയ ഒരു 3 മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ല് നമ്മുടെ നാച്ചുറലായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പറിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പറിച്ച് കളയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ വേര് കംപ്ലീറ്റ് ആയിട്ട് വരാൻ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അത് വേര് പോയിട്ടില്ല എങ്കിൽ അവിടുന്ന് വീണ്ടും അത് കിളിച്ച് വന്ന് കാടായിട്ട് വരാനൊരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു മെത്തേഡ് നമ്മുടെ ഈ ഇൻ്റർലോക്കിൽ അതുപോലെ നമ്മുടെ ടൈൽസിൻ്റെയൊക്കെ ഇടയ്ക്ക് കിളിച്ച് വരുന്ന പുല്ല് ഉണക്കാനുള്ളൊരു വിദ്യയാണ്. അതായത് നല്ലപോലെ തിളപ്പിച്ച വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ പുല്ല് ഉണങ്ങിപ്പോകുന്നതായിരിക്കും. എന്ന് മാത്രമല്ല അത് പിന്നീട് അത് കിളിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കണ്ടോ, ഇങ്ങനെ ഉള്ള ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു ചൂട് വെള്ളത്തിൻ്റെ കൂടെ ഉപ്പ് ചേർത്തത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വേറെ ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു, കാട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് വളരെ നല്ലതാണ്, അതായത് വിനാഗിരി ചേർത്തുള്ളത്. പിന്നെ കെമിക്കലായിട്ടുള്ള സ്പ്രേ ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല, നേച്ചറിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യുക. മാക്സിമം അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഒരു മെത്തേഡ് വളരെ ഈസി ആയിട്ട്, അതായത് കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് പുല്ല് വെട്ടുന്ന മെഷീനാണിത്. ഇത് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് പുല്ല് വെട്ടുന്ന ഒരു മെഷീനാണ്. ഇത് ആക്ച്വലി നമ്മളിവിടെ പുല്ല് വെട്ടുന്ന ആളുകളോട് പറയാൻ നേരം അവർ വന്ന് ചെയ്യുന്നതാണ്. ഇതിന് നമ്മൾ പേ ചെയ്യുന്നത് മണിക്കൂറിന് 300 രൂപ എന്ന രീതിയിലാണ് കൊടുക്കുന്നത് അവർ. എന്നിട്ട് നമ്മുടെ വലിയൊരു ഏരിയ ഉണ്ടെങ്കിൽ അത്രയും അവർ ചെയ്തു തരും. അതായത് ഇതിന് ഒരു 1/2 ലിറ്റർ പെട്രോൾ ഒഴിക്കുന്ന ഒരു ടാങ്കുണ്ട്. ഇതിനകത്ത് പെട്രോൾ ഒഴിച്ചാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഹോണ്ടയുടെ ബ്രാൻഡാണിത്. ഇതാണ് പെട്രോൾ ടാങ്ക്. അതുപോലെ തന്നെ ഇതാണ് ഹോണ്ടയുടെ ഒരു ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് ഒരുപാട് ഏക്കേഴ്സ് ലാൻഡൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ നല്ല. അതായത് ഇതിന് ഓണും ഓഫും മാത്രമുണ്ട്. അതുപോലെ തന്നെ ഇത് ഹാൻഡിൽ പുല്ല് വെട്ടാനുള്ള ഇതിൻ്റെ ഒരു ഇതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. വലിയ ഏരിയയൊക്കെ ചെയ്യാൻ ഇത് നല്ലതാണ്. പിന്നെ പുല്ല് നമ്മളെപ്പോഴും അഥവാ പറിച്ച് കളയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് വേര് കംപ്ലീറ്റ് ആയിട്ട് പിഴുത് കളയണം. അല്ലെങ്കിൽ കുറച്ചെങ്കിലും വേരിരിക്കുവാണെങ്കിൽ പിന്നീട് അവിടെ പുല്ല് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളിത് ചെത്തിക്കുകയാണ്, പണിക്കാരെ വെച്ച് നമ്മൾ തൂമ്പ കൊണ്ട് ചെത്തിച്ച് കളയുവാണെങ്കിലും കുറേ നാൾ നമുക്ക് സ്ഥലം നല്ല പുല്ലൊന്നുമില്ലാതെ നമുക്ക് ക്ലീനായിട്ട് വെക്കാൻ പറ്റും. ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലത്തെ പുല്ല് ഇതേപോലെ ഇവർ ചെത്തിക്കളയും, ഇത്ര മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ വേര് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ പുല്ല് വെട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് കിളിച്ച് വരും. കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുല്ല് പഴയതുപോലെ കിളിച്ച് വരും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ നമ്മൾ ചെത്തിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, തൂമ്പ വെച്ച് ചെത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെത്തിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വേരും പോയി നമുക്ക് കുറേ നാൾ നമ്മുടെ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊക്കെ നമുക്ക് നമുക്ക് പുല്ല് കയറി കിടക്കുകയാണെങ്കിൽ കൃഷി ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാവരും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മാക്സിമം കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം മറ്റേ കെമിക്കലിൻ്റെ ഇത് ഉപയോഗിക്കുക. ഓക്കെ, ഈ മെത്തേഡ്സൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.